Hi everyone, welcome back to Kavitha's Sugar and Spice. Ramzan ayalum Karkidagathil namukku ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് ജീരക കഞ്ഞി. ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഈ കഞ്ഞി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിന്റെ മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിഷസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പോയിട്ട് ജീരക കഞ്ഞി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ നമ്മുടെ ജീരക കഞ്ഞിക്കായിട്ട് ഞാനിവിടെ ഉണങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. ഉണങ്ങലരി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിരിയാണി റൈസ് പോലെ എന്തെങ്കിലും എടുത്താൽ മതി. പക്ഷേ ഇതാണ് അതിന് ഏറ്റവും ടേസ്റ്റ്. അതൊരു കപ്പ്. ഇതിലേക്ക് ഞാൻ അഷാലി ആഡ് ചെയ്യുന്നുണ്ട്. അഷാലിയെ അസാരിയോ എന്നും ക്രസ് സീഡ്സ് എന്നും ഒക്കെ പറയും. ഇങ്ങനെയാണ് അത് കാണാനായിട്ട്. നമ്മുടെ ബേസിൽ സീഡ്സിൻ്റെ ഒക്കെ ഒരു ചായയാണ്. അപ്പം അതിൻ്റെ 2 ടീസ്പൂണോളം ഞാനതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ. ഇത്രയും സാധനങ്ങളിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. അങ്ങനെ കഴുകി വെച്ച് ഈ അരി, ഉലുവ, പിന്നെ ആശാലി ഇതിനെയൊക്കെ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ 1 കപ്പ് അരിക്ക് പാകത്തിന് 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കഞ്ഞി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മിക്സ് അരച്ചെടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് തേങ്ങ, 4 ചെറിയുള്ളി, ഒരു 1.5 ടീസ്പൂണോളം ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി. ചിലരിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കും, ഞാൻ ഇടാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇത് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 വിസിൽ വന്ന് ആവി തനിയെ പോയതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പം നല്ലോണം വെന്തിട്ടുണ്ടെങ്കിലും വെള്ളം ഒട്ടുമില്ല. ആ 3 കപ്പിന് കണക്കായിട്ട് അത് വെന്തു. അപ്പം ഞാനിപ്പോൾ ഈ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 കപ്പോളം വെള്ളം കൂടി ഇതിലൊഴിച്ച് അടുപ്പ് ഒന്നുകൂടി ഓണാക്കും. ഒന്നും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്ന അഷാലി അങ്ങനെ പല പേരും ഉണ്ട് കേട്ടോ. അതിന് ഓരോ ഭാഗത്ത് ഓരോന്നൊക്കെയാണ് പറയുക. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മറ്റത് മാത്രം ഇട്ടാൽ മതി. ഉലുവയും ജീരകവും മാത്രം ഇട്ടാൽ മതി. കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സാധനമായിരിക്കും. ഇതിലിടയിലൊക്കെ കടിക്കാനൊരു രസമാണ്. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുമ്പം ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും നമ്മൾ ഇടുകയാണ്. പിന്നെ ഉപ്പിട്ടാൽ ചിലപ്പോൾ അരി ശരിക്കും വേവില്ല. അത് കാരണമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. നമ്മൾ സ്വതവേയുള്ള കഞ്ഞിയുടെ പോലെ അത്ര വെള്ളം ഒഴിക്കേണ്ട. ഒരുവിധം വെള്ളം ഒഴിച്ചു. കുറച്ച് തിക്കായിരിക്കണത്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കി ഇട്ടാൽ മതി കേട്ടോ. ടേസ്റ്റ് ചെയ്ത് പാകത്തിന് ഇട്ടാൽ മതി. ഇപ്പോൾ തൽക്കാലം ഞാൻ 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വറുത്തിടാം. അതിനായിട്ട് ഞാൻ നെയ്യാണ് എടുക്കുന്നത്. നെയ്യിലേക്ക് നമുക്ക് വട്ടത്തിലരിഞ്ഞ ഒരു 6 ചെറിയ ഉള്ളി, അതൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് വറുത്തിടാം. അങ്ങനെ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ കഞ്ഞിയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞാൽ സെർവ് ചെയ്യാം. ഇതിൽ നമുക്കിനി സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു സ്പൂൺ നെയ്യൊക്കെ ഇടാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇതൊരു കർക്കിടകത്തിലോ അല്ലെങ്കിൽ നോമ്പ് സമയത്തോ മാത്രം കഴിക്കാൻ പറ്റിയൊരു സാധനമൊന്നുമല്ല കേട്ടോ. നമുക്ക് അല്ലാതെ തന്നെയും ഇത് ഒരു നല്ലൊരു ഡിന്നറിനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.